അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാൻ ബനാന ബ്രെഡ് റോളാണ് ഉണ്ടാക്കുന്നത്. അതിന് നല്ല പഴുത്ത പഴമാണ് നമുക്ക് വേണ്ടത്. ഇത് അത്യാവശ്യം പഴുപ്പ് ആയിട്ടുണ്ട്. പഴം ഇതേപോലെ ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി. ഇത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ കുറച്ച് തേങ്ങയും 2 ടീസ്പൂൺ പഞ്ചസാരയും. നല്ല മധുരമുള്ള പഴമാണെന്നുവെച്ചെങ്കിൽ പിന്നെ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. പിന്നെ ബ്രെഡ്, നമുക്ക് ഈ ബ്രെഡിൻ്റെ അരിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. 4 സൈഡൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഈ മുറിച്ചെടുത്ത് ഇതെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്ക് നല്ല അടിച്ചാൽ ബ്രെഡ് ക്രംസ് റെഡിയായി. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടി വേണം. പിന്നെ ഒരു മുട്ട നല്ലോണം അടിച്ചെടുക്കണം. കുറച്ചൊരു പിഞ്ച് ഉപ്പിട്ടിട്ട്. പിന്നെ വേണ്ടത് കുറച്ച് പാൽ. നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു പാനെടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നെയ്യായാലും ബട്ടറായാലും പ്രശ്നമൊന്നുമില്ല. എന്താണുള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിലേക്ക് പഴയിട്ട് നെയ്യും പഴവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് തേങ്ങയും പഞ്ചസാരയും ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. നല്ല ഉടച്ചെടുക്കണം കേട്ടോ, നന്നായിട്ട് ഉടയണം. അത് നല്ല പഴുത്ത പഴമായാൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഉടയുന്നില്ല, പഴുപ്പായിട്ടില്ല. ഒരു കണ്ടപ്പോൾ നല്ല പഴുത്ത പോലൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉടയുന്നൊന്നുമില്ല. നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് എല്ലായിടത്തും ഇത് വെക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്ത്. മധുരമൊക്കെ എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടി കുറച്ചൊക്കെ ചെയ്യാം. പഴുത്ത പഴമാണെങ്കിൽ പിന്നെ അത്രയ്ക്ക് മധുരം കൊടുക്കേണ്ടി വരില്ല. ഈ പരുവത്തിലായാൽ മതി കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ ഇങ്ങനെ ഇഷ്ടം മതി. ഇനി നമ്മൾ ഓരോ ബ്രെഡും എടുത്ത് പാലിലൊന്ന് ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്യാം. എന്നിട്ട് ഈ പാലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെള്ളം കഴിയാം. പാല് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, വെള്ളമായാലും മതി. ഇത് നമ്മൾ റോൾ ചെയ്ത് ശരിയായി കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ചിട്ട് നമ്മൾ പോലെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഒന്നും ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് എടുത്തിട്ട് മുട്ടയിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ഇത് നമ്മൾ ബ്രെഡിൻ്റെ അരികെ മുറിച്ചെടുത്തത് കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ ഈ ബ്രെഡ് ക്രംസ്. ആണില്ലേ പോലെ ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ റോൾ ചെയ്തിക്കാണ്ട് എടുത്തിട്ട് നമുക്ക് ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് ഓരോ റോളിട്ട്
ചിക്കൻ ഒരു ഭാഗം ബ്രൗൺ നിറമാവുന്നത് വരെ കേട്ടോ, അതുവരെ മറിച്ചിട്ട് കൊടുക്കരുത്. കുറഞ്ഞ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇതുപോലെ എല്ലാ റോളും പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ബനാന ബ്രെഡ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 4 മണി കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതിൽ പ്രസ് ചെയ്യുക. താങ്ക് യു.